എന്നാ മോനെ പേര്? നിന്റെ പേരെന്താ? നീ ശരിക്കും എപ്പം ഇങ്ങനെ തന്നെയാ? ഫുൾ ടൈം പൊട്ടം തന്നെയാ? അപ്പോൾ പിന്നെ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? എന്നാ എത്രാം ക്ലാസ്സിലാ? പഠിക്കലുണ്ടോ? കണക്കും ആവശ്യമാണ്. എനിക്ക് മുട്ടട്ടലുണ്ടോ? ഞാൻ ചോദിക്കും ടീച്ചർ. എവിടെയാ മോനെ പഠിക്കുന്നത്? അതെവിടെയാ? ധർമ്മശാലക്കാ? നല്ല സ്കൂളാ? അടിപൊളി സ്കൂളാ? ഭക്ഷണം ഉണ്ടോ ഉച്ചക്ക്? ഇല്ല, കൊണ്ടുപോകണം. എത്രയല്ല പഠിക്കുന്നു പറഞ്ഞേ? നീയോ? ദേവാനന്ദ്. എത്രയല്ല പഠിക്കുന്നത്? 9ലാ? പിന്നെ നിങ്ങളെ സ്കൂളിൽ വരുന്ന അവിടെ ഭക്ഷണം ഉണ്ടോ? ഉണ്ട്. എത്രാം ക്ലാസ് വരെ? 10ാം ക്ലാസ് വരെ ഉള്ളൂ? 12 വരെ ഉണ്ടാ? 12ാം ക്ലാസ് വരെ ഭക്ഷണം ഉണ്ടോ? അധികം സ്കൂൾ 8ാം ക്ലാസ് വരെ കാണല്ലോ. ഇങ്ങനെ ടീച്ചർമാരെല്ലാം നല്ല ഫുള്ളിതാ. സ്പോർട്സ് എല്ലാം ഇല്ലേ ഇവിടെ? നല്ല പഠിച്ച് വലിയ കുട്ടിയാവും കേട്ടോ. തുള്ളനാ? പിന്നെ ഓട്ടം തുള്ളല്ല അറിയാം. പിന്നെ തുള്ളെന്ന് പറയുന്നത് പറ. കാശിനാഥ്. നല്ല പേരാണല്ലോ. എത്രയല്ല പഠിക്കുന്നത്? എവിടെയാ പഠിക്കുന്നത്? ചിമ്മയിലാ? അവിടെ പിന്നെ ഫുഡൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? എല്ലാ ക്ലാസ്സുകാർക്കും ഉണ്ടോ? ഉണ്ട്. നല്ല പഠിക്കണേ. എത്ര മണി മുതൽ എത്ര മണി വരെയാ? രാവിലെ 9 മുതൽ വൈകുന്നേരം 3 മണി വരെയാ? പിന്നെ വണ്ടി പോക്കാം. ഇവിടെ എവിടെ? ചിമ്മേൻ്റെ സ്കൂളിലെ തളിപ്പറമ്പിലാ? എന്റെ പേരുന്നാ? ആദിഷ്. എത്രയല്ല പഠിക്കുന്ന ആദിഷ്? ഏത് സ്കൂളാ? എല്ലാം പഠിപ്പിക്കലുണ്ടാ? അവിടെ ഭക്ഷണം ഉണ്ടാ? ഞാൻ പഠിക്കണം കേട്ടോ. ഇത് നമ്മളെ ഇവിടുത്തെ കുട്ടികളാണേ. ഇവർ ഇവിടുന്ന് കളിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു. അപ്പം ഇവിടുത്തെ വീഡിയോ പിന്നെ എൻ്റെ മെമ്മറി കാർഡ് സ്ക്രാച്ചായിപ്പോയി. അപ്പോൾ പിന്നെ 2500 രൂപ ഒറ്റയടിക്ക് സ്വാഹയായി. പുതിയ മെമ്മറി കാർഡായിരുന്നു. ഇപ്പം 2500 അല്ല 3500 രൂപയാണ് ഇപ്പം മെമ്മറി കാർഡിന് പൈസ. ഇതാണ് ദക്ഷിണാമൂർത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ക്ഷേത്രം കേട്ടോ. അവിടെയാണ് ശാസ്താവ് ഇരിക്കുന്നത്. ഇവിടെ സ്വയംഭൂവാണ് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം. താഴോട്ടേക്ക് വന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ ചിത്രീകരിച്ചിട്ട് മടങ്ങിപ്പോയതാണ്. പക്ഷേ ഇതെന്ത് ചെയ്യാനാ, നമ്മളെ റോഡ് സൈഡിൽ തന്നെ കേട്ടോ ഈ ക്ഷേത്രം വരിക. നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ പോകുന്നതല്ല പ്രശ്നം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടിപ്പോവും. അപ്പോൾ അത്ര ദൂരത്ത് നിന്ന് പാഞ്ഞു വന്നു. അപ്പോൾ അതാ പറഞ്ഞേ. കാരണം നമ്മൾ അവിടെ എത്തുമ്പോൾ ചിലപ്പം മെമ്മറി കാർഡ് ഇതിപ്പം പലപ്പോഴും എനിക്ക് ഗോപുരൂർ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുമ്പിട്ടൊക്കെ. ഇവിടെ സുന്നന്മാരുണ്ട് കേട്ടോ. നല്ല അടിപൊളി. ഇതാ നോക്കട്ടെ, കാലഭൈരവൻ. നമ്മളെ പിള്ളേരാ കേട്ടോ. എൻ്റെ അമ്മേൻ്റെ കൈക്ക് സുഖമില്ല. അമ്മ ഇവിടെ അന്ന് ഉണ്ടായിരുന്നു. നമുക്ക് അപ്പോഴേക്കും ഇത് ചെയ്തിട്ട് വേഗം പോവാം. ഇത് ശ്രീ ദക്ഷിണാമൂർത്തിയാണ് കേട്ടോ. ഇവിടെ സ്വയംഭൂവായിട്ടാണ് ഇരിക്കുന്നത്. ക്ഷേത്രം ഉണ്ടോ ചോദിച്ചാൽ ഈ ചുറ്റമ്പലം പോലെയുള്ള ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ഓപ്പണാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഗണപതിയുണ്ട്. അത് സ്വയംഭൂവായിട്ടാണ്. പിന്നെ ശ്രീകൃഷ്ണൻ ആദ്യം ഉള്ളിലായിരുന്നു ഉണ്ടായത്. പിന്നീട് അത് പുറത്തേക്ക് അവർ ക്ഷേത്രം എടുത്തിട്ട് മാറ്റിയതാണെന്ന് പറയുന്നു. ശ്രീകൃഷ്ണൻ ഏതൊരു സ്ഥലത്ത് നിന്ന് വന്നതാണ് ഇവിടത്തേക്ക്. ഇവിടെ സമർപ്പിച്ചതാണ്. അതിന് വേറെ തന്നെ ഒരു സ്ഥാനം കണ്ടെത്തിയിട്ട് അത് ഇവിടെയുണ്ട്. ചെറിയൊരു കോവില് പോലെ കെട്ടിയിട്ട്
ഇത് മലബാർ ദേവസ്വം ബോർഡ് കീഴിലാണ് വരുന്നത്. നാട്ടുകാർ ഒത്തിരി കഷ്ടപ്പാടും പ്രശ്നവും പ്രയാസവും കൊണ്ട് ഒരു ആക്കിയെടുത്തതാണ്. പണ്ട് ഇത് ഇവിടെ ഒരു കാട് പിടിച്ച സ്ഥലം പോലെയായിരുന്നു മുമ്പിട്ട്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനായിരിക്കുന്നു കേട്ടോ. ഒത്തിരി കാലപ്പഴക്കമുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഇവിടെ ദ്വാരം കണ്ട് ആ ദ്വാരത്തിലെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഗണപതി ഭഗവാനെ കാണാം എന്ന് പറയുന്നു. ഇതിൻ്റെ ദ്വാരത്തിൽ കൂടെ നമുക്ക് നോക്കിയാൽ മതി, കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കയറി പോകണം, എന്നാലേ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ക്യാമറയിലുണ്ട്, അങ്ങോട്ട് കയറിയിട്ട് പോകുന്നില്ല. ഇവിടെ നീലക്കരിങ്കാളിയാന്നേ, അല്ല കരിങ്കാളി, നീലക്കരിങ്കാളിയല്ല കരിങ്കാളി ആണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. കരിങ്കാളി ഭഗവതി എന്നാണ് പറയുന്നത്. ഇത് മുച്ചോട്ട് ഭഗവതി. ഇവിടുന്ന് പിന്നീട് ആവാഹിച്ചിട്ട് അവർ മുച്ചോട്ട് ഇതിൻ്റെ അപ്പുറം ക്ഷേത്രമുണ്ട്, അവിടെ ആക്കിയിട്ട് പോയിട്ടാണ്. ഇതാണ് സങ്കല്പം കേട്ടോ. പണ്ട് കാലത്ത് ഇവിടെ ഇങ്ങനെയായിരുന്നു ഉണ്ടായതെന്ന് പറഞ്ഞത്, പിന്നീടാണ് ബാക്കിയുള്ളതെല്ലാം വന്ന് ചേർന്നതെന്ന് പറയുന്നു. ഇപ്പം മരത്തിൻ്റെ തന്നെ കാലപ്പഴക്കങ്ങൾ നോക്കിയേ, അത്രയും വലിപ്പമുള്ള അതിപുരാതന കാലത്തേ ഉള്ള ഒരു മരമാണ്. കാരണം അത്രയും കൊല്ലത്തെ പഴക്കമുണ്ട്. ഏകദേശം മരമൊക്കെ ദ്രവിച്ച പോലെ അത്രയും പ്രായമുള്ള ഈ നമ്മൾ തളിപ്പറമ്പ് ശ്രീ രാജരാജ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ മരമുത്തശ്ശിയെ കാണാൻ പറ്റും. ഇത് തേങ്ങ മുട്ടുന്ന സ്ഥലം കേട്ടോ. അയ്യപ്പന്മാർ ഇവിടെ ധാരാളം അയ്യപ്പന്മാർ മാലയിട്ടിട്ട് പോകാറുണ്ട്, കെട്ട് നിറയുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ശാന്തമായ സ്ഥലമാണ്. ഇവിടെ ഋഷഭൻ എന്ന് പറഞ്ഞ ഒരു സങ്കല്പമാണ് ഉള്ളത്. ഇത് ശാസ്താവിന് എള്ളെണ്ണ കൊണ്ട് എള്ളെണ്ണ ഒഴിച്ചിട്ട് കറുത്ത തുണിയിലാണ് ശരിക്കും ഉപയോഗിക്കുക. ഇത് ഇവിടെ വള്ളിയായിട്ടാണ് കാണുന്നത്, കത്തിയോണ്ട് അങ്ങനെ തോന്നിയാവൊന്നും അറിയില്ല. കറുത്ത തുണിയിൽ കറുത്ത എള്ളിട്ട് വേണം എള്ളെണ്ണയിൽ മുക്കിയിട്ട് തല ഒഴിഞ്ഞ്, പാദം മുതൽ കേശം മുതൽ പാദം വരെ ഒഴിഞ്ഞിട്ട് ഭഗവാന് സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത്. ശനീശ്വര മന്ത്രം ചൊല്ലിയിട്ടാണ്. ഓം നീരാഞ്ജനാം സമാനാപം രവിപുത്രം യമാഗർജം ഛായമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ആ മന്ത്രം ചൊല്ലിയിട്ട് വേണം ശാസ്താവിന് ചെയ്യാൻ വേണ്ടി. ശാസ്താവിന് മറ്റൊന്നും കൂടി ചെയ്യും, പിന്നെ നീരാഞ്ജനം എന്ന് പറയും. നീലാഞ്ജനല്ല, ചിലവർ ചോദിച്ചു നീലാഞ്ജനാണോ? അല്ല, നീലാഞ്ജനം എന്നല്ല, നീരാഞ്ജനാണെന്നാണ് കേട്ടോ. ഇത് സ്വയംഭൂവാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് ഭഗവാൻ ശാസ്താവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് സ്വയംഭൂവായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സങ്കല്പമുള്ളത് നാഗമാണ് കേട്ടോ. ഏത് നാഗമാണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. നമുക്കിവിടെ അത് ഈ മരം കണ്ടോ, ഈ മരം എന്ന് വെച്ചാൽ വലിയ മരമാണ്. വലിയ മരം നേരെ മുറിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ കാറ്റുമഴക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് വീഴേണ്ടതാണ്. വീണിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഒന്നും എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കാരണം ആ മരം പോലും ഭഗവാനെ അത്രയധികം പ്രണമിച്ചുകൊണ്ട് ഇവിടുന്ന് ആരാധിക്കുന്നു. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം അവസാന നിമിഷം കടയിൽ വീഴുന്ന സമയത്ത് പോലും മറ്റാർക്കും ബുദ്ധിമുട്ടാക്കാതെ അത് ചെരിഞ്ഞ് താഴോട്ടേക്ക് വന്നു.
അതിന് മനസ്സിലായി അതിൻ്റെ കാലാവധി കഴിഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഭൂമി വിട്ട് പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറരുതെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നത്. എന്നിട്ട് അവസാനം അവർ കൃത്യമായിട്ട് കണക്കാക്കി നോക്കി അതിൽ മുറിക്കൊല്ലും ചെയ്തു കേട്ടോ. ഇത് പ്രദർശനം ചെയ്യുമ്പം അത് ചുറ്റി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കല്ലാണ് കേട്ടോ, വേറെ ഒന്നല്ലേ. നമ്മൾ ഇതുപോലെ ഒത്തിരി ക്ഷേത്രങ്ങൾ നമ്മൾ അറിയാതെ പോയ എത്ര ക്ഷേത്രങ്ങളുണ്ടാവും, അറിയുന്ന എത്ര ക്ഷേത്രങ്ങളുണ്ടാവും. അതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിവുള്ളതിനേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എന്ന് വെച്ചാൽ അവർ ഒരുപാട് കഷ്ടപ്പാടും പ്രയത്നത്തിനും മുകളിൽ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. കാരണം ഈ ഉൾഗ്രാമമായതുകൊണ്ട് കൂടുതൽ സാമ്പത്തികമായിട്ട് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പണി പൂർത്തീകരിക്കണം. ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത്രയും ഉത്തമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേർക്ക് അവർ ഒരു വർഷത്തോളം 8-9 മാസത്തോളം അവർ അന്നദാനം കൊടുത്തിട്ടുണ്ട് മുടങ്ങാതെ. പക്ഷേ അത് പിന്നീട് എന്ന് വെച്ചാൽ ഒരാൾ സ്പോൺസർ ചെയ്തിട്ടാണ് അവരൊക്കെ ചെയ്തത്. പിന്നെ അത് വഴിയെ മുട്ടിപ്പോയി. കാരണം ഒത്തിരി പേർക്ക് അന്നം കൊടുത്തതാണ്. പക്ഷെ അത് ജനങ്ങളും വേണ്ട. എൻ്റെ അമ്മയത് ഇതാ ഞാൻ പറഞ്ഞത്. ഇത് ക്ഷേത്ര ഓഫീസാണ് കേട്ടോ. ഇത് ക്ഷേത്രത്തിലെ വഴിപാടാണ് കേട്ടോ. നിങ്ങൾക്ക് വഴിപാട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. പ്രസാദം ചിലപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതായി തന്നെ വരും. കേട്ടണം, പാർസൽ വഴി അയക്കുമ്പം ചില പ്രസാദങ്ങളൊക്കെ ഇനി വേറെ കൊറിയർ വഴി അയക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മളെ ഈ സ്വയംഭൂ ക്ഷേത്രം കേട്ടോ. ബാക്കി കുറച്ചും കൂടി ഉണ്ട് കാണാൻ. ആ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് നമുക്ക് വേഗം വരാം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എന്താ അറിയാം, ക്ഷേത്രക്കുളം. വലിയൊരു ക്ഷേത്രക്കുളമുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു ക്ഷേത്രക്കുളമുണ്ട്. ആ ക്ഷേത്രക്കുളം കാണാനുണ്ടാവും. അതിപുരാതന കാലം മുതലേ ഉള്ളതിൻ്റെ തെളിവാത്. നമ്മളൊരു ജോലി എടുത്തിട്ട് അത് വഴിക്കിട്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ അതൊരു പറയിപ്പിക്കലായിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടും പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് കുളം കാണണ്ടേ. ഇതാണ് ക്ഷേത്രക്കുളം കേട്ടോ. കുറേ മീനുകളുണ്ട് കേട്ടോ. ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, കാണുന്നുണ്ടാവുന്ന ചോദിക്കുന്നു. ഒത്തിരി മീനുകളുണ്ട്. ഈ ക്ഷേത്രക്കുളമാണ് നമുക്ക് കെട്ടാനുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ
കൽപ്പടപ്പെല്ലാം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കൽപ്പടയെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും കാലപ്പഴക്കമുള്ള ഒരു കുളമാണ് കേട്ടോ. ഇത് അങ്ങ് താലോളം സ്റ്റെപ്പ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ കുളത്തിൻ്റെ. അപ്പം ഇത് എന്താണെന്ന് ഞാൻ മെയിനായിട്ട് വരാനൊരു ഇത് വീണ്ടും ചെയ്യണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഇത് വലിയൊരു സംരംഭമാണ്. കാരണം ഏകദേശം 1 കോടിക്ക് മേലോളം വരും ഇതിൻ്റെ ചിലവ്. ഇത് കല്ല് പറിച്ചെടുത്തിട്ട് പുതിയ കല്ല് ഇവിടെ കെട്ടിയിട്ട് ചെയ്യേണ്ടി കല്ലെന്ന് വെച്ചാൽ ഏകദേശം 1 കോടിക്ക് മേലെ വരും. അപ്പം ധാരാളം ഒത്തിരി പേര് ക്ഷേത്രത്തിന് വേണ്ടിയിട്ടെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഇത് കേട്ടോ. കുറേ അങ്ങോട്ടെല്ലാം വെച്ചാൽ ഏകദേശം കൽപ്പടവുകളെല്ലാം ഏകദേശം ഇടിഞ്ഞ് വീറായ പോലെ ഉള്ളത്. താഴെ കുറേ അങ്ങോട്ട് ചെറിയൊരു കിണർ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഈ ക്ഷേത്രത്തിലെ കുളത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അവർ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തുതരും കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ ദേശത്തെ ഒരുപാട് ജനങ്ങൾക്കുള്ള കുടിവെള്ള സ്രോതസ്സും കൂടിയാണ്. കാരണം വെച്ചാൽ അങ്ങനെ അത് കിട്ടുക വെച്ചാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ ഈ വെള്ളം ഇവിടെ കെട്ടിവെക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തുള്ള കിണറുകൾക്കൊന്നും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല, ഒരിക്കലും പറ്റില്ല. ഇത് കണ്ട നിങ്ങൾ, ഇതൊരു മരുന്നാണ് കേട്ടോ. ഇത് മൂത്രത്തിൽ പഴുപ്പ്, മൂത്രക്കല്ലിന് ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സാധനം.